hey guys, it's me. ഇപ്പം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോയി ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് വാട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്ത് മറന്നുപോയി. ഷൂ കിച്ചൺ വീഡിയോ കണ്ടന്റ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം. അപ്പം പോയിട്ട് വരാം ഗൈസ്. ഡിഷ് നമ്പർ 3. ഫസ്റ്റത്തെ ഡിഷ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി. സോ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഇടുന്നതാണ്. കാരണം അതെന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുപ്പിച്ചൊരു ഡിഷായിപ്പോയി. സോ ഇതാണ് നമ്മുടെ ഡിഷ് നമ്പർ 3. ഇവനെ ഞാൻ ഇന്നലെ പൊളിച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. കാരണം ഇന്ന് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട്. സോ നമ്മളിവനെ തുറന്നെടുക്കുവാണ്. സോ ഞാനൊരു ടിപ്പ് പറയാം. ഇറച്ചിയൊക്കെ ചിക്കനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് ഒരു എന്താ പറയുക നോർമൽ ടെമ്പറേച്ചറിൽ കുറച്ച് സോൾട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസ് മാറി കിട്ടും. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ തണുത്തിരിക്കുമ്പോൾ മുറിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. സോ നമ്മൾ ഇതിനെ മന്തിക്ക് വേണ്ടിയുള്ള ചിക്കനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുഴിമന്തി ഉണ്ടാക്കി. ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല തകർപ്പനായിട്ട് ഫേമസ് ആയി. പക്ഷെ കുഴിമന്തി ഉണ്ടാക്കി ഞാൻ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ ഇത് ഇപ്പോഴും നെറ്റിൻ്റെ എല്ല് പൊടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുറിക്കണം. ഞാൻ ക്രൂരനൊന്നുമില്ല, ഭയങ്കര പാവമാണ്. നമ്മളെല്ലാം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പെട്ടെന്ന് നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു കിട്ടും. നമ്മൾ CPR കൊടുക്കല്ലേ, ഒരു സൗണ്ട് വരുന്നുണ്ടോ? ആ സൗണ്ടിലാണ് നമ്മൾ ഓടിക്കുന്നത്. നമ്മളവനെ കണ്ടോ, കട്ട്ലേറ്റ് പോട്ടെ, അലുവ കണ്ടിക്കുന്നവരെ കണ്ടിക്കാൻ പറ്റും. ഇതെൻ്റെ ഒരു ടിപ്പാണ്. ബ്ലെൻഡർ യൂസ് ചെയ്യുക. രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്നെങ്കിൽ നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ അതിനെടുത്ത് അതിൻ്റെ സ്റ്റോക്ക് മാറ്റി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ, നമ്മൾ ചിക്കൻ പെറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന ഓയിലും സ്റ്റോക്കും കൂടെ മാറ്റി. രണ്ട് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സെക്ഷൻ ഓഫ് ചിക്കന് വേവിക്കാൻ പോവാണ്. അതായത് പിച്ചെടുക്കാൻ പോകണം. വേറൊരു സെക്ഷൻ ഞാൻ വറുക്കാനിടാൻ പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വറുക്കാൻ വേണ്ടി എനിക്ക് തൊലിയുള്ള പീസും ഇങ്ങനത്തെ പീസൊക്കെയാണ് എനിക്ക് വേണ്ടത് വറുക്കാൻ. സോ ഞാൻ ഇവന്മാരെയൊക്കെ മാറ്റി ഞാൻ മാറ്റുവാണ്. സോ ഇപ്പോൾ 1 2 3 4. സോ നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ടേക്കുവാണ്. സ്റ്റോക്ക് ഉണ്ടാക്കാം, ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ. സോ ഇതിനകത്ത് നമ്മൾ ഫ്ലേവേഴ്സ് വെള്ളത്തിന് ഞാൻ ചെറുതായിട്ടൊന്ന് ചതയാണ്. ഗൈസ് എനിക്കറിയാം തിരിച്ചു പിടിച്ചാൽ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇത് തിരിച്ചു പിടിച്ച് ചിരട്ടേനേക്കാൾ വലിയ ഇതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാനും വന്ന് കമന്റ് ചെയ്തേക്കില്ല. തിരിച്ചു പിടിച്ച് ചതക്കടിയും പറഞ്ഞു വെള്ളത്തിലോട്ടിട്ടു. തൊലിവട്ടി എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ നമ്മളിട്ടേക്കണം. കറുവപ്പട്ട അത് ഞാൻ രണ്ടായിട്ട് ഒഴിച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ വേണ്ടത് ഈ സാധനം ഗ്രാമ്പു. ഇത് ഞാനൊരു 3-4 ആ ഒരു കണക്കിൽ ഇട്ടേക്കുവാണ്. ഞാൻ അധികം ഒന്നും ഇടാറില്ല, ഇടയ്ക്ക് ഇടാറുണ്ട്. ഇതൊന്നും ഒത്തിരി ബിരിയാണിക്കുള്ള സെയിം സാധനമാണ് ഞാൻ മന്തിക്കുന്നത്. പിന്നെ ജീരകം ഞാൻ ഒരു കുറച്ച്. പിന്നെ നമ്മുടെ സ്റ്റാർ കുരുമുളക് മന്തിയിൽ മെയിനാണ്. നമ്മൾ കുരുമുളക് ഇട്ടു. കുരുമുളക് തിന്നു. ഈ കുരുമുളക് ഇല്ല ഉള്ളതിനൊന്നും കളയാതെ ഞാൻ ഇനി ഇത് അവിടെ ഇരുന്ന് തിളയ്ക്കണം. തിളച്ച് ഇച്ചിരി നല്ല രീതിയിൽ വരുമ്പോൾ ഞാൻ ഈ ചിക്കൻ അങ്ങ് എടുക്കും. എന്നിട്ട് അതിൻ്റെ ബോൺ മാത്രം അതിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്നിട്ട് ചിക്കൻ ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് റൈസിൽ തന്നെ ഞാൻ ഇടും. കാരണം സാധാരണ ഉണ്ടാക്കുന്ന മന്തി പോലെയല്ല, ഞാൻ
ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്. ഞാൻ കുറച്ച് നല്ല ട്രഡീഷണൽ മന്തിയുടെ ഒക്കെ പോലെ ഉണ്ടാക്കണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. തട്ടിക്കൂട്ട് കുഴിയില്ലാത്തതുകൊണ്ട് മന്തിയിൽ കണ്ട കാര്യം ഇങ്ങനത്തെ പീസാണ് എടുക്കുന്നത്, തൊലിയുള്ള പീസ്. സോ അതിന് വേണ്ടിയുള്ള മസാലയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മന്തി മസാല ഒന്നുമില്ല. സോ ഞാൻ നോർമലായിട്ടുള്ള ചിക്കൻ്റെ മസാല 1 സ്പൂൺ ഇത് മാത്രമേ ഞാൻ ചേർക്കുള്ളൂ. ഉള്ളി ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇതിലേക്ക് കഴിഞ്ഞാൽ കോഴി മഞ്ഞക്കിരിയും. നമ്മുടെ നാരങ്ങ മസ്റ്റാർഡ് റൈസ്. ഒരു കാര്യം മറന്നുപോയി, നാരങ്ങ ഉണക്ക നാരങ്ങ ഇടണം. സോ ഞാനത് ഇട്ടിട്ടുണ്ട്. ഫുൾ ഇടുന്നുണ്ട് മന്തിക്കുള്ള മസാലയിൽ. ഇപ്പോൾ ഈ ചിക്കൻ ഒരു റെഡ് ഷെയ്ഡ് കാണും എപ്പോഴും. അപ്പോൾ ആ റെഡ് ഷെയ്ഡ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മുളക് പൊടിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി വേറെ ഒരു മസാലയും ചേർന്നില്ല. ഗരം മസാലയോ ഒന്നും ചേർന്നില്ല, ഒരു മസാലയില്ല. ചിക്കൻ സ്റ്റോക്കിന്റെ മാഗിയുടെ പാക്ക് മേടിക്കാറുണ്ട്, എനിക്ക് 40 രൂപ ഉള്ളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾ അതിടുക ഈ സാധനത്തിന് പകരം. ഞാനിപ്പോൾ ഈ മസാലയാണ് ഇട്ടേക്കുന്നത്. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓയിൽ ഒഴിക്കും. ഓയിൽ പ്രിഫർ ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഒഴിവാക്കുക. ബേബി ചെയ്ത് കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കേരള ടച്ച് വരും. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിവാക്കി ഏതെങ്കിലും നല്ല ഓയിൽ. ഒലിവ് ഓയിൽ ഏറ്റവും നല്ലതാണ്, ഹെൽത്തിയാണ്. നമുക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റീം ഫ്രൈ ഗ്രില്ലൊന്നും ചെയ്യാൻ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ചിക്കനും ചെയ്ത് വരുന്നത്. മസാല കൂടുതലിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ പാല് മസാല അപ്പോൾ കളർ ഇട്ടാൻ വേണ്ടി, ആ യെല്ലോ ഷെയ്ഡ് ഇട്ടാൻ വേണ്ടി ഞാൻ കളർപ്പൊടി അല്ലാതെ നമ്മുടെ മുളക് പൊടി ഇച്ചിരി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇല്ലാത്ത ചിക്കൻ സ്റ്റോക്കും ഞാൻ കൂപ്പ് വേണ്ടി ചേർക്കാറുണ്ട്. അത് ഇതിനൊക്കെ പോകും. വേറെ മസാല ഒന്നും ചേർക്കാൻ പാടില്ല. മുളക് പൊടി കളറിന് ഞാൻ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ റെഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കും. ഞാനത് ചേർക്കാറില്ല, മുളക് പൊടി ചേർക്കും. എനിക്ക് ഇച്ചിരി എരിവ് വേണം. അപ്പോൾ ബാക്കി എല്ലാ പൗഡേഴ്സ് ഗരം മസാല ഒരു സാധനം ഇടാൻ പാടില്ല. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്ന ഒരു സാധനമുണ്ട്, ഒരു സൂപ്പിക്കല്ലോ. അതിപ്പോൾ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല സൂപ്പൊക്കെ പുറത്ത് വന്ന എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ. ചിക്കൻ്റെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു. ചിക്കൻ സ്റ്റോക്ക് പക്കായി. എൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. നമുക്ക് ഇതിനെ കുടിക്കാം. ഇത് നമ്മുടെ അടുത്ത പരിപാടി. ഇതിൻ്റെ അകത്ത് ചിക്കൻ എടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടണം. സോ ഞാൻ ഇതിൻ്റെ അകത്ത് ചിക്കൻ എടുക്കാൻ പോവാം. ചിക്കൻ എടുത്ത് ഞാൻ One hour later. നമുക്കധികം ഒന്നുമില്ല. ഉപ്പൊന്നും ഇല്ലാത്ത കേട്ടോ. പക്ഷെ ഇതിനൊരു നല്ല മണമുണ്ട്. ഒരു നമ്മുടെ ബിരിയാണി നല്ല സാധനം. അതിങ്ങനെ സ്റ്റീംഡ് ചിക്കനാണ് അതിൻ്റെ ഒരു രുചി. അത് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ഞാൻ ഇച്ചിരി പരീക്ഷണങ്ങളിലൂടെ എൻ്റെ സ്റ്റൈലിലോട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് കുഴിമന്തി കഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മഞ്ഞ കളറായി. കാരണം ഞാൻ ആ മഞ്ഞ എസൻസ് ഇട്ടേൻ്റെ ആകുന്നു. സോ
മാറ്റി വെച്ചേക്കുക. ബാക്ക് ക്യാമറയിൽ നിന്ന് കുക്കു ചിരിയാണ്. ബിഹൈൻഡ് സീൻസ് കാണിച്ച അവള് വൻ ചിരിയാണ്. അരി കഴുകുക, ഒരു 3-4 തവണ കഴുകിയെടുക്കുക. ബിരിയാണി അരി ആണെങ്കിൽ എന്ത് അരിയാണെങ്കിൽ നന്നായിട്ട് കഴിക്കേണ്ട ഒരു മൾട്ടിപ്പക്സ് അറിയാം. അപ്പൊ നമ്മുടെ അരി കുതിർത്ത് വെള്ളം ഞാൻ കളഞ്ഞെടുത്ത് ഡ്രൈ ആയി കിട്ടി. ആ ഒരു ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. മഞ്ഞ കളറിലായിട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ അവിടെ പുരട്ടി വെച്ചേക്കുന്നതായിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ സാധനം നമ്മള് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ ഇടുന്നില്ല, ബാക്കി വെള്ളവും ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇനി നമ്മൾ ഇതിപ്പോ 4 ഗ്ലാസ് അരിയുണ്ട്. 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 1 2 2.5 ഗ്ലാസ് നിറച്ചൊഴിച്ചു. നമ്മൾ 1/2 ഗ്ലാസ് വെച്ചൊഴിക്കണം. ഇനി ഇതിന്റെ കുറച്ച് ചിക്കനും അത് നമ്മൾ ഒത്തിരി ഇതായിട്ടല്ല വലുതാക്കി കേട്ടോ. ഇതിനെ കാരണം പെറുക്കി കളയേണ്ടവർക്ക് കളയാൻ, കഴിക്കേണ്ടവർക്ക് കഴിക്കണം. ഞാൻ 2-3 കഷ്ണം സവോള, പച്ച സവോള ഇടുന്നത് കേട്ടോ. കത്തില്ലേ ഇതിനെന്താ എന്നോട് ശത്രുത ഉള്ളവരാ. വീട്ടില് ഈ ഗ്യാസ് അതിനോട് വളരെ സ്നേഹം. നമ്മള് ഇത് തിളയ്ക്കണ വരെ നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിന്റെ മൂടി അടയ്ക്കുന്നുള്ളൂ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ആവി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി ആയാൽ മതി. ഒത്തിരി വെന്ത് കുഴയുണ്ടോ എന്നിങ്ങനെ ഒട്ടണ വരത്തില്ല. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടി 1 സ്പൂണ് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിലുണ്ട്, വലിച്ച് കായി എണ്ണ ഒഴിക്കുന്നില്ല. ഇതൊന്നും നികന്ന് കിടക്കുന്ന എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം സവോള ഇതാക്കണം. കുറേ എണ്ണ ഒഴിച്ചുണ്ടാക്കണ്ട. ഈ കുറേ പേരുണ്ട് ഈ സവോള മുക്കി വറുത്തെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി എണ്ണ കുറച്ചുണ്ടാക്കാം. ഇത് നമ്മൾ സവോള ആദ്യം ഒന്ന് ഞരടി കൊടുക്കാം. ഇവിടെ ഒരു സാധനം അവിടെ കിടന്ന് വേഗം പിന്നെ നമുക്ക് ഇപ്പൊ സവോളയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്മസിന്റെ എല്ലാം ഇങ്ങനെയാണ് കിച്ചണിലായിരുന്നു ദിവസം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അവിടെത്തന്നെയാണ് ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സവോള ആ ഒരു കാരമൽ കളറിലോട്ട് വരാനാണ്. നമ്മൾ ഇതിവിടെ ഒന്ന് ഇതിനെ വേവിച്ച് ശരിയാവും. ഇനി ഇങ്ങനെ കിടന്ന് വേകട്ടെ. നമുക്കിത് ഇച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഒരു മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ കാണിച്ചു തരുന്നതാണ്. കണ്ടോ നിങ്ങൾ വീഡിയോയിലെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലേ? കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളച്ചിട്ട് ഈ കളർ കണ്ടോ, ഇതാണ് നമ്മുടെ മന്തിയുടെ കളർ. ഇങ്ങനെയാണ് ചിക്കൻ ഇരിക്കുന്നത്, ഈ കളർ. എന്നിട്ട് നമ്മളിങ്ങനെ വേവിക്കുകയാണ്. അതെ, അവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കേ. നമ്മുടെ മന്തിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ സെക്ഷൻ ഇട്ടേക്കുന്നത്. ഇതിനകത്തൊരു വെള്ളം പോലെ വരും. ഇത് മൊത്തം ഇതിന്റെ ജ്യൂസ് ഇറങ്ങി ഇതിന്റെ ടൈപ്പാണ്. അപ്പൊ ഈ ജ്യൂസ് എടുത്താണ് നമ്മൾ റൈസിൽ വെക്കുന്നത്. കളറിന് വേണ്ടി നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ പിന്നെ മന്തിയിൽ ശ്രദ്ധിക്കുന്നത് റൈസ് ഓവർക്കുക്ക് ആദ്യം എടുത്ത് മാറ്റി ചവർ വരെ. എന്നിട്ട് നമ്മൾ
ഇതിനകത്തിട്ട് ആ സാധനം കൂടി ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റും. റൈസിലിടാൻ വേണ്ടിയാണ്. കുറച്ച് നമ്മൾ റൈസിനകത്ത് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതേ ചിക്കൻ ഇട്ടാണ് നമ്മൾ റൈസ് വെച്ചിട്ട് പിന്നെ സ്റ്റോക്ക് ഇട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. പരിപാടി കഴിഞ്ഞു. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാതെ നോക്കിക്കോണം. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ചിക്കൻ റബ്ബർ പോലെ ഇരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചിക്കനിൽ ഒന്നും സൈഡ് കൂടെ ആയി കഴിഞ്ഞാൽ ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടാക്കും കേട്ടോ. അടുത്ത വ്ളോഗേഴ്സ് ഫുഡ് കഴിച്ചിട്ട് അരിയല്ല ചോറാടാ. എടാ ഇതും ആ ചിക്കനും കൂടി ഇച്ചിരി കൂട്ടി തിന്നു. ഞാൻ എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കി. ശരി, നമ്മുടെ ഏവണ്ണം മിക്സ് ചെയ്തതാ. കഴിച്ചു നോക്ക്. സെറ്റല്ലേ? ചിക്കൻ നമ്മള് ബോയിൽ എണ്ണയില് ഇതല്ല എന്നുള്ള പീസ. നമുക്ക് ഫെദർ കൊടുക്കാം. എടുത്തോ വെള്ളപ്പിനിട്ടോ തന്നെ പോയാ ഇല്ലെങ്കിലും വെറുതെ പറയാ. ചിക്കൻ ഭയങ്കര വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം തുറന്നോടെ ഏത് മയോണൈസ് നോക്കി കൊടുത്തിട്ട് മറ്റനേക്ക് കൊടുത്തില്ല. ഇത് കാണിച്ചാ ഇത് ഇവിടെ തീരണമാണ് കണക്ക്. ഇവിടെ ഷോർ ബസാറാണ്. കലരെ പൊക്കി ഗൈസ്, കലരെ പൊക്കി. ക്യാമറ ഇവിടെയാണ്. അവിടെ നടന്നോണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ വറുത്ത് വെച്ച പീസെല്ലാം കൂടെ ഇറക്കുവാണ്. ക്യാമറമാൻ ആദിത്യയോടൊപ്പം ഡോണാൻ വരിക. സോ നമ്മള് ചിക്കൻ്റെ പീസ് ഇറക്കി വെക്കണം. അപ്പോഴേ വെറുതെ മാംസമുള്ളത് ഇത് തൊലിയില്ലാത്ത തരം ഞാൻ. ഒരു കുഞ്ഞു പീസ് കിട്ടി. ഓ ക്രിസ്പി പീസ്. അത് തൊലിയാ. റൈസ് ഇട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ നൈസായിട്ട് ഒരിടത്ത് മാത്രം സ്റ്റോക്ക് വെച്ച് ശേഷം നമ്മൾ ഒരു ലെയർ റൈസ് കൂടെ എന്ത് വോയിസ് സച്ചു ആൻഡ് ആൽവിൻ കുരുത്തം കേട്ട ആ രണ്ട് പിള്ളേരാണ്. നമ്മൾ നിറച്ച് വെക്കും കേട്ടോ.
ഫുൾ നിറച്ച് കാരണം നമ്മൾ ഇതിലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സോ ഇനി നമ്മൾ ഇതിൻ്റെ പൊക്കത്തോട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് വെച്ച സാധനം ഞാനെല്ലാം കൈ കൊണ്ട് ചെയ്യുന്നത്. എനിക്കതൊക്കെയാണ് കുഴിമന്തി. കുഴിമന്തി എന്നല്ലേ കുഴിമന്തി. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. കുക്കറിൻ്റെ ഈ സാധനം റിമൂവ് ചെയ്യാം. വാഷർ വാഷർ റിമൂവ് ചെയ്യാം. വിസിലെടുത്ത് മാറ്റിയിട്ട് ലോക്ക് ചെയ്യണ്ട. ജസ്റ്റ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യണ്ട. ഞാൻ ലോക്ക് ചെയ്യുന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ട്. സോ ഇനി ഇങ്ങനെ ഒരു സിമ്മിൽ ഇട്ടേക്കുവാണ്. എനിക്കൊന്നൊരു 10-15 മിനിറ്റ് ഇതൊക്കെ ആയി. ഓണത്തിന്റെ ഇടയിൽ കൂട്ടിവെച്ചോടെ നടക്കുവാണ്. ഞാൻ കുറെ വൈറ്റ് റൈസ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ മസാല റൈസ് കാണാം. അപ്പൊ നമ്മൾ ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. നമ്മളിപ്പം വിളമ്പുമ്പോ ഇതും കൂടെ കൂട്ടിയാട്ടോ വിളമ്പണം. ഇത് സെപ്പറേറ്റ് എപ്പോഴും മാറ്റും. കുഴിമന്തിയുടെ വൈറ്റ് റൈസ് മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്കിലാണ്, നല്ല ഫ്ലേവർഡ് റൈസ് ആണ്. നമ്മുടെ കുഴിമന്തിയുടെ കുഴിമന്തി പോട്ടെ, മന്തി ജസ്റ്റ് മന്തിയുടെ സാധനം വെച്ചേക്കാണ്. അത് ഇനി ഒന്ന് ബോണായി ഒരു ചെറുതായിട്ടൊന്ന് ബോയിൽഡ് ആയിടത്തേക്ക് ആ സ്റ്റോക്ക് മൊത്തം ഇറങ്ങി ചോണ്ടാക്കാം. അപ്പോൾ ആ ചിക്കന് നല്ല കുതിരും ചോണ്ടാത്തിരുന്നു. ആ എണ്ണയൊക്കെ പോയി ചിക്കൻ ഇച്ചിരി ഓയിൽഡ് ഇതല്ല, അതെല്ലാം ആ റൈസിൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെടുക്കും. ഇപ്പം ഇസ്റ്റു ഇനി ഇസ്റ്റു കട്ടായി പോകും പെട്ടെന്ന്. ഒരു എന്താ പറയാ, ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കട്ടായി പോകും. അപ്പോൾ ഇത് കട്ടായി പോകുമ്പോഴത്തേക്ക് ഇത് കുറുക്കാൻ വേണ്ടി നമ്മൾ പാല് തേങ്ങാപ്പാലിലുണ്ടാക്കിയത്, പക്ഷെ നമുക്ക് പശുപാൽ യൂസ് ചെയ്യാം. സോ 2 minutes. മട്ടൺ സ്റ്റൂ. സോ ഇച്ചിരി പാല് നമ്മുടെ പശുമ്പാലാണ് ഒഴിച്ചേക്കണം കേട്ടോ. മട്ടൺ സ്റ്റൂവിൽ കുറച്ച് പശുമ്പാൽ ഒഴിച്ചു. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കി. അപ്പം നമ്മുടെ പുതിയതായിട്ട് വന്ന ചെറുക്കന് അപ്പം ഉണ്ടാക്കാൻ, അപ്പം കൊടുക്കാൻ വേണ്ടി പോകണേ. സോ ഇത് ഇനി അപ്പം ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പത്തിന് എന്തായാലും ആയാൽ മതിയായിരുന്നു. പൊടി രാവിലെ കലക്കി ടേസ്റ്റ് വളരെ തണുത്ത് പോയി അപ്പത്തിൻ്റെ പൊടി. നമ്മളൊന്ന് ചൂടായിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നിട്ട് തീ കൂട്ടി വെച്ചു പെട്ടെന്ന് അപ്പം ചൂടോടെ ചട്ടീനെടുത്ത് നല്ല പാലപ്പം കറി വിത്ത് കറി. ഇതാണ് പാലപ്പം, നല്ല മട്ടൻ കറി. മട്ടൻ റെസിപ്പി ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്പോയിട്ട് ഒരാളിത് തണുത്തിരിക്കുകയാണോ കുളിച്ചിട്ട് വന്നാ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ആൽബിനെ മന്തിയാണോടാ? എന്നെ കാണാവോ ഇതിൻ്റെ അകത്ത്?
ഹലോ ജീവിതം ചിക്കൻ കഴിയുന്നവർക്ക് നല്ലൊക്കെ അയച്ചേരാ സോറി ബ്ലോഗിംഗ് വിത്ത് മണി ഇവിടെ തീരുവാണ്. എന്റെ കുക്കിംഗ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മന്തി എന്നിട്ട് കേട്ടോ അതാവും കഴിച്ചോട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ക്രിസ്മസിന്റെ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ബൈ ഗൈസ്.